ഗൈസ്, അപ്പോ ഇതാണ് എന്റെ ചാനൽ ഈ ഫുട്ബോൾ കുട്ടന്റെ ഫസ്റ്റ് വീഡിയോ. അപ്പൊ നമ്മുടെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഹലോ ആദിക്കുട്ടനാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു ബെസ്റ്റ് ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മളെന്നാലും കളിക്കുന്നു. ഫ്രണ്ട് മാച്ച് കളിക്കുന്നു ഗൈസ്. കളി തുടങ്ങിയിരിക്കുന്നു. ആദിക്ക് ബോൾ കിട്ടിയിരിക്കുന്നു. ഈഡൻ ഹാസർഡ് റൊണാൾഡോ അടിച്ചില്ല. ക്ലോപ്പോടെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. നമ്മൾ അങ്ങനെ വലിയ പ്ലേയേഴ്സ് ഒന്നല്ല ഒരു മീഡിയം സ്കോഡ്, നമ്മളെ ഒരു പ്രോ സ്കോഡ് ഒരു പ്രോ പ്ലേയേഴ്സ് പോലെ നമ്മള് സ്കോഡ് വെച്ചിട്ടുണ്ട്. അത്ര നല്ല സ്കോഡ് അല്ല, പക്ഷെ ഒരു മീഡിയം തന്നെ നല്ലൊരു സ്കോഡ് അല്ല. നമ്മള് തുടങ്ങിയിട്ട് ഒരു 6-7 മാസമായില്ലേ ശിവദേവ? അപ്പൊ ബ്ലിറ്റ്സ് ബോൾ നമ്മള് ലൂസ് ഗ്യാസ് അടിച്ചിട്ടുണ്ട്. നമ്മള് അങ്ങനെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ലൂസ് ഗ്യാസ് വെച്ചിട്ട്. ബ്ലിറ്റ്സ് ബോൾ ഒനാന റൈക്കാർഡിന് കൊടുക്കുന്നു. റൈക്കാർഡിന്റെ കയ്യിൽ നിന്ന് ബോൾ പോകുന്നു. അത് ഓഫ് സൈഡ് ആണ്. ഓഫ് സൈഡോ? അല്ലോ, ഓഫ് സൈഡ് അത് നോക്കിയപ്പോ ഓഫ് സൈഡ് തന്നെ. നല്ല പാസ് കിട്ടിയില്ല. റൈക്കാർഡ്, ബെല്ലിംഗാം, നമ്മള് ഗബ്രിയൽ കിട്ടിയിട്ടുണ്ട്. യമാല്, മുസ്തഫർ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിന്റെ ഗോളിയാണ് ശിവദേവിന്റെ കയ്യിലുള്ളത്. എന്റെ കയ്യിൽ ഷോർട്ട് ടൈം കൊബയിലാണ്. ബെല്ലിംഗം എംബാപ്പെ സീനാണ്. ഇവിടുന്ന് ഒരു ലോങ് ഷോട്ട് കൊടുക്കാം. ഞാൻ ഫുള്ള് മിണ്ടാണ്ട് കളിക്കുന്നത്, പക്ഷെ കേറിയില്ല. വിഷമായി. 2 സെക്കൻഡ് ഹാഫ് നോക്കിക്കോ മോൻ, എന്റെ കംബാക്ക് ആവും. നമുക്ക് ശിവദേവിന്റെ കംബാക്ക് ഒന്ന് കാത്തിരിക്കണം. ശിവദേവ്, നീ ഏത് ടീമാണ്? അതുപോലെ അർജന്റീന. കണ്ട പോലെ തന്നെ പോർച്ചുഗലാണ് ഗൈസ്. അർജന്റീനയും പൊട്ടി, പോർച്ചുഗലും പൊട്ടി, എല്ലാവരും പൊട്ടി നടക്കുന്നു. വിഷമായി. ഫസ്റ്റ് ഒന്നിനും കൊള്ളൂലാത്ത കളിയായിരുന്നു, പക്ഷെ ഫൈനൽസ് എത്തുമ്പോഴേക്കും അടുത്ത ഗോൾ അടിച്ചിട്ടുണ്ട്. 103-ന്റെ. നിങ്ങൾ ഏത് ഫാനാണ്? കമന്റ് ബിലോ. നിങ്ങളുടെ കൺട്രിയുടെ ഫ്ലാഗ് കമന്റ്സിൽ ഇടണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അർജന്റീന ആണെങ്കിൽ അർജന്റീനയുടെ ഫ്ലാഗ് ഇടണം. ഫ്രാൻസ് ആണെങ്കിൽ ഫ്രാൻസിന്റെ. അടുത്ത ഗോള് എംബാപ്പെ. 4 ഗോള് നമ്മളിപ്പോ ലീഡ് എടുക്കുന്നുണ്ട്. ശിവദേവ് ഇപ്പോഴും ഗോൾ അടിക്കാണ്ട് നിൽക്കുന്നുണ്ട്. മൊട്ട എന്താല്ലേ, എനിക്ക് നന്നായി കൂടെ. റൊണാൾഡോ, മെസ്സി കളിച്ച് അങ്ങനെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അല്ലേ ശിവദേവ? 5-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. 5-ാം മിനിറ്റ് അല്ലേ? അല്ലല്ലോ, 35.
നമ്മള് ത്രൂ തള്ള. അയ്യോ മെസ്സിക്ക് ത്രൂ തള്ളി കയറണ്ട. റാഫീനിയ ബെല്ലിംഗം കേറാൻ നോക്കുന്നു. കേറാൻ പറ്റി. ബെല്ലിംഗത്തിന്ന് ബോള് പോകുന്നു. ബെല്ലിംഗം പാച്ചോ വില്യം പാച്ചോ. ഒനാന ഫൗൾ. അയ്യോ പടാ എംബാപ്പെ ത്രൂ അത് ത്രൂ തള്ളണ്ടായിരുന്നു. ബെല്ലിംഗം വരുന്നുണ്ട്. ഞാനതിപ്പോ കൊടുത്തായിരുന്നു. മെസ്സി ഇടിച്ചിട്ടാ അവനെ. മെസ്സി ഇടിച്ചിട്ട് അല്ലെ? അതാണോ ഓഫ് സൈഡാന്ന് കൊണ്ടിട്ടോ. നിങ്ങക്ക് പെസ് ആണോ ഫ്രീ ഫയർ ആണോ ഇഷ്ടം? ഞാൻ ഫ്രീ ഫയർ കളിക്കാറില്ലടാ. പെസ് ആണ് ഇഷ്ടം. നിങ്ങൾക്ക് പെസ് ആണോ ഫ്രീ ഫയർ ആണോ ഇഷ്ടം? കമന്റ് ബിലോ. രണ്ടിലേതാണോ ഇഷ്ടം? കമന്റ് ബിലോ. അല്ലേ ശിവദേവ? യെസ്. നമ്മുടെ ഈ ടെൻഷൻ പിടിച്ചു നിൽക്കുന്ന ഈ സെക്കൻഡ് ഹാഫ് കളി ഒഫീഷ്യലായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ രാഹുലിന് ബോൾ ഇട്ടിരിക്കുന്നു. ഡിവിഷൻ റാങ്ക് പുഷിംഗ് ഒക്കെ നമ്മൾ ഇടുന്നതാണ് വീഡിയോ അല്ലേ ശിവദേവ? യെസ്. ഞാനിപ്പോ 8 റാങ്ക്. കാരണം ഞാൻ റാങ്ക് കളിക്കാറില്ല. എന്തായാലും ഞാൻ നന്നായി കൂടെ. ഇവിടെ നമുക്കൊരു ബ്ലിക്സ് അടുത്ത് റവലിന് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ലോങ് എടുക്കാൻ നമുക്ക് അടിച്ചിട്ട് പുറത്തു പോയി. ഞാൻ ഇത് ചെയ്യാൻ പോവാ. ഞാൻ ഡിവിഷൻ 4 അല്ലേ ശിവദേവ? ഡിവിഷൻ 4. പിന്നെ നമ്മുടെ വേറൊരു കൂട്ടുകാരൻ ഡിവിഷൻ 3 ആണ്. അവനൊരു ചാനൽ ഉണ്ട്. പക്ഷെ അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാം. അറിയാത്തവർക്ക് നോക്കാം. PF ഗെയിമിംഗ് ആണ് അവന്റെ ചാനൽ. പക്ഷെ അവനോട് പോയി പറയരുത് കേട്ടാ. അവന് സർപ്രൈസ് ആക്കി വെച്ചിരിക്കാ ഞങ്ങള്. ഈ ചാനല് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് ഇത് പിന്നെ എടുത്താണ്. എംബാപ്പെ വരുന്നു. ഗോൾ അടിക്കാൻ നമ്മള് അങ്ങനെ എംബാപ്പെ അടിച്ചു. അയ്യോ ചത്ര. ഇത് കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചേക്കായിരുന്നു. നമ്മളിത് ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ ശിവദേവ? ആണ്. ഈ എന്താണ് പറയാനുള്ളത് നമ്മള് ഈ വീഡിയോ ഇടുന്നതിന്? ഈ വീഡിയോ കുറെ നാളായി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷെ ഇടാൻ സമയം കിട്ടിയില്ല. കുറച്ച് നാൾ നമ്മൾ ഓഫ്ലൈൻ ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ നമ്മള് ഇപ്പൊ തൊട്ടൊക്കെയാണ് ബസ് കളിച്ചു തുടങ്ങിയത് നമ്മള്. പറയാം. ഒരു 5-6 മാസമൊക്കെ അതിന്റെ ഉള്ള ബസ് കളിച്ചു തുടങ്ങിയിട്ട്. എന്നിട്ടാണ് ഇത്രയും നല്ലൊരു ടീമിന് എംബാപ്പെ കയറി പോണു. ഒറ്റയ്ക്ക് അങ്ങനെ നമ്മള് അടിച്ചിട്ടുണ്ട്. ഹാരി കെയ്നെ കൊണ്ട് 6 ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മള്. ഇനിയാണ് മോനെ എന്റെ കംബാക്ക്. നീ നോക്കിക്കോ. മെസ്സി വരുന്നു. അത് റീബോണ്ട് കിട്ടിയാണ്. അത് മൊബൈലിന്റെ കാല് തട്ടിണ്ടായിരുന്നു അല്ലേ ശിവദേവ? ആണ്. കാരാട്ടയിൽ കിക്ക് ചെയ്യണ പോലെ പോയി അടിച്ചു. ഇപ്പൊ കാണാം. മെസ്സി കയറി പോകുന്നു. പക്ഷെ അടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് കാരാട്ടക്കാരൻ നോക്കി. ഒരു കാരാട്ടക്കാരന്റെ പേട ഇപ്പൊ സേവ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഒരു കാരാട്ടക്കാരൻ നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ടില്ല, അതുപോലെ അടിച്ചാണ്. ആരുടെന്ന് ബോൾ എടുക്കുന്നു. അങ്ങനെ അവൻ അടിക്കാൻ പോണു. അടിക്കല അങ്ങനെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു ഫാബിയോ. ഇപ്പൊ രാഹുൽ എടുക്കാൻ നോക്കുന്നു. പക്ഷെ അത് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ഞങ്ങക്ക് ത്രോ കിട്ടുന്നു. ഡയോട്ട് ത്രോ എറിയുന്നു. ത്രോ പോണത് പാച്ചോന്. പാച്ചോ ഗോളിക്ക് കൊടുക്കുന്നു. ഷോബീർ
ഗ്വാർഡിയോളയ്ക്ക് കൊടുക്കുന്നു. ഗ്വാർഡിയോള അരിക്ക് കൊടുക്കുന്നു. അരിയുടെ ബോൾ കിട്ടിയിരിക്കുന്നു. ഗൈസ് ശിവദേവ് നമ്മൾ ഡെക്ലാൻ റൈസിനെ അയ്യോ പണി കിട്ടിയില്ല ഗൈസ്. അല്ലെങ്കിൽ ഇപ്പൊ പണി കിട്ടിയാനെ ഗൈസ്. ലാഗ് ഗൈസ്. ലാഗ് കാരണം പഠിക്കാൻ ഗൈസ്. ശിവദേവ് കയറുന്നു. ഓ ഫാസ്റ്റ് കൊബലിനെ വെച്ച് അടിപ്പിക്കാൻ പോണ ഗൈസ്. കൊബലിനെ കൊണ്ട് അടിപ്പിക്കാൻ പോണ ഗൈസ്. അയ്യോ ഗൈസ് പണി കിട്ടി. അടിക്കലേ അയ്യോ അടിച്ചു കളഞ്ഞു. അതുപോലെ വൈകാതെ തന്നെ പാക്ക് ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങളുടെ ശിവദേവിന്റെ ഒക്കെ. ഞാനിപ്പോ ഈ മാച്ച് ജയിച്ചാല് എനിക്ക് മിക്കവാറും ബാറ്റിസ്റ്റൂട്ടയുടെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ അതൊപ്പം ഓപ്പൺ ചെയ്ത് ഒരു ഷോർട്സ് ഇടുന്നതാണ്. ചിലപ്പോ ഇന്ന് തന്നെ ഇടാൻ പറ്റുന്നതാവും. അത് നല്ലൊരു പാക്കാണ് ഗൈസ്. ഇനി അത് 6 ദിവസമുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 500 കോയിൻസ് ഉണ്ടെങ്കിൽ വെച്ചാൽ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മേടിക്കുക ഗൈസ്. നല്ലൊരു കാർഡാണ്. എന്റെ ഉണ്ട് ഗൈസ്. നല്ല ഷൂട്ടിംഗ് ആണ്. അങ്ങനെ ഞാൻ തോറ്റിരിക്കുന്നു. അന്തസ്സായി 6-2 തോറ്റിരിക്കുന്നു ഞാൻ.